നമ്മൾ ഈ മത്സ്യമായൊക്കെയുള്ള അവതാരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പുലി തന്നെ പുലി മീനായിട്ട് വരുന്നത് ആദ്യമായിട്ടാണല്ലേ? ഇതൊരു വെറൈറ്റി ആണ്. ഇതുവരെ എവിടെയും കണ്ടുപരിചയമില്ലാത്ത ഒരു പുലി അവതാരം കൂടിയാണിത്. കാരണം പുലിയുടെ മുഖം മീനിന്റെ ശരീരം അതാണ്. സാധാരണ രീതിയിൽ മനുഷ്യന്റെ ഉടലും മീനിന്റെ ശരീരവുമായി നിൽക്കുന്ന രീതിയിൽ മത്സ്യകന്യക നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഒന്നുകിൽ ഒരു പുലി കന്യകൻ എന്നാണ് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ആ പുലി അവിടെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അതാണ്, മീനിന്റെ തലയ്ക്ക് മുകളിൽ നിന്നാണ്. അപ്പോൾ ഒരു പുലി മീനാണ് ഇത്തവണ അയ്യന്തോൾ ദേശത്തിന്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞല്ലോ, നല്ല ചെതുമ്പലുകളും ചിറകും എല്ലാം ഉണ്ട്. ഇതുവരെ വന്നതിൽ വെച്ച് ഒരു വെറൈറ്റി ആയി ശ്രദ്ധിക്കപ്പെട്ട ഒരു ദീപക് മലയമ്മ അപ്പൊ ഇത്തവണ ട്രോഫി അടിച്ചോണ്ട് പോവോ? നമുക്ക് ബാക്കിയുള്ളത് കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പൊ ശങ്കരൻകുളങ്ങര കഴിഞ്ഞു, അയ്യന്തോൾ കഴിഞ്ഞു. അപ്പൊ അയ്യന്തോൾ എന്തായാലും കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ ഇതിനിടെ കണ്ണൂരിൽ നിന്ന് ആരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. കണ്ണൂരിൽ നിന്നുള്ള നാട്ടുകാരാണ്, ഫാമിലി ആയി തന്നെ വന്നവരാണ്. ഇവിടെ നിശ്ചല്ല അല്ലേ? കണ്ണൂരാണ്. പുലിക്കളിയുടെ ആവേശത്തിൽ വന്നാണ്. എല്ലാവരും കൊള്ളാലത്തെ ചെറുതിന് വരെ ഉണ്ട്. ഒരേ യൂണിഫോം. ഇവരെല്ലാം കണ്ണൂരുകാരാണ്. നിങ്ങൾ കല്യാണിന് കുറച്ച് തായ തൊട്ടടുത്ത് തന്നെ പുലിക്കളിയുടെ പുലിക്കളി കാണാൻ ആദ്യമായിട്ട്. എന്തുണ്ട് പുലിക്കളിയുടെ അഭിപ്രായം? പുലിക്കളിയുടെ അഭിപ്രായം നമ്മൾ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ. കണ്ണൂർ പുലിയാണോ തൃശ്ശൂർ പുലിയാണോ? പുലി ഇപ്പൊ കൂടിയാണ് നല്ലത്. തൃശ്ശൂരിലെ പുലിയാണ്. കണ്ണൂരിലെ പുലി വേറെയാണെന്നാ പറയുന്നത്. അപ്പോ കണ്ണൂരിൽ നിന്ന് കാണാൻ വന്നവരുണ്ട്, അതുപോലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്. നേരത്തെ ഒരു സൗദിയിലെ അറബി നിന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ. സൗദി അറബി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. പുലി അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. ആണല്ലേ? അറബിയിൽ എന്തോ തിരിച്ചു പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ എനിക്ക് അത്രയും ഫ്ലുവന്റ് അല്ല അറബി. നമുക്കപ്പോ ജെയ്സൺ ഇതിനെല്ലാം ഫ്ലുവന്റ് ആണ്. ജെയ്സൺ, അർജുൻ കല്യാട് ഇതാ പുലിക്കളിക്ക് അറബിയെ വരെ ഇവിടെ ഇറക്കിയിരിക്കുകയാണ് നടുവിലാലിൽ. ഇതാ അതുപോലെ ദീപക് മലയമ്മയുടെ പുലിമീൻ, അയ്യന്തോൾ ദേശത്തിന്റെ പുലിമീൻ ഇവിടെ എത്തി. ജെയ്സണും ടീമും എവിടെ കാണുന്നില്ലല്ലോ. സുജിയ, നമ്മളിവിടെയുണ്ട്. തെക്കേ ഗോപുരടയിൽ എത്തിയിരിക്കുന്നു. മന്ത്രിയും അതുപോലെ തന്നെ മേയറുമൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് അത് അതിഗംഭീരമായ ഫ്ലാഗ് ഓഫ് പൂർത്തിയാക്കിയിരുന്നു. മേയറൊക്കെയും മന്ത്രി രാജനൊക്കെ ഇപ്പോൾ സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ്. കുട്ടിപ്പുലികളെ ഇറങ്ങിക്കൂടെ കുട്ടിപ്പുലികളെയൊക്കെ വെച്ച് സെൽഫി എടുക്കുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കുട്ടിപ്പുലികളെയൊക്കെ വെച്ച് കമ്മീഷണറുണ്ട്, കളക്ടറുണ്ട്, മേയറുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. അങ്ങനെ മന്ത്രി കെ രാജനാണ് സെൽഫി എടുക്കുന്നത്. അങ്ങനെ പുലികൾക്കിടയിൽ സെൽഫി. മിനിസ്റ്ററെ ആർക്കും ഭയങ്കര തിരക്കിലാണ് അവരൊക്കെയും. ഏതായാലും അതിഗംഭീരമായ പുലിക്കളി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെക്കേ ഗോപുരനടയിൽ പുലി സംഘം അതിഗംഭീരമായ നൃത്ത ചുവടുകൾ വെച്ച് ആ താളം ഇപ്പോൾ ഇടയ്ക്കൊരു ആംബുലൻസ് കയറി വന്നിട്ടുണ്ട്. ആംബുലൻസിന് വഴിയൊരുക്കാനുള്ള തിരക്കിലാണ്. പൊതുവെ എല്ലായിടത്തും ജനസമുദ്രമായി മാറിക്കഴിഞ്ഞു. തൃശ്ശൂർ പൂരത്തിൻ്റെ അതേ ആംബിയൻസ്, അതേ സന്തോഷം, അതേ ലഹരി അത് ഏറ്റെടുത്തുകൊണ്ടാണ് തൃശ്ശൂരിലും ഈ പുലികളി സ്നേഹിക്കുന്നവരൊക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എത്തിയറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മാർക്കിടാൻ വേണ്ടി ഒരു ഭാഗത്ത് ഇവിടെ ജഡ്ജസ് ഇരിക്കുന്നുണ്ട്. അവർക്ക് മുന്നിൽ അതിഗംഭീരമായ ചുവടുകൾ വെച്ചുകൊണ്ട് വെളിയന്നൂർ ദേശം അവരുടെ പ്രകടനം കാഴ്ചവെക്കുകയാണ്. അതിൽ കരിമ്പുലിയും കുട്ടിപ്പുലിയും അത്തരത്തിൽ ഏതൊക്കെ രൂപത്തിൽ പുലി വേഷം കെട്ടാമോ അത്തരത്തിലെല്ലാം തന്നെ അതിസുന്ദരമായി അവതരിപ്പിക്കുകയാണ് സുജിയ തൃശ്ശൂരിലെ തെക്കേ ഗോപുരനടയിൽ.